ആ ചോദ്യം അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടവന് ചോദിച്ചവനേക്കാൾ വിവരമില്ല. എന്ന് പറഞ്ഞാൽ ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളും ഈ കാര്യത്തിൽ ഒരുപോലെയാണ്. രണ്ടുപേർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയില്ല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും അറിയുകയില്ല. രണ്ടുപേരും ആ കാര്യത്തിൽ തുല്യരാണ്. നോക്കൂ, നിങ്ങൾ ചോദിച്ചത് ജിബ്രീലാണ്, മലക്കുകളുടെ നേതാവാണ്. ഉത്തരം പറയാനിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് ആദം സന്തതികളുടെ നേതാവാണ്. ഇതിൽ ചോദിച്ച ആൾക്ക് ഉത്തരം പറഞ്ഞ ആൾക്കും ഇതറിയില്ല എങ്കിൽ ഇനി ദുനിയാവിൽ വരാനിരിക്കുന്ന ഒരു മനുഷ്യനും ഇതറിയില്ല. ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളെല്ലാം കേവലം ഊഹങ്ങൾ മാത്രമാണ്. ചില ആളുകൾ എന്തിൻ്റെ മുന്നിലും പിന്നിലും സയൻസ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അന്ത്യനാൾ, ലോകം ഇത്ര വർഷം കഴിഞ്ഞാൽ അവസാനിക്കും. അവനൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. അവനും അറിയില്ല, വേറൊരാൾക്കും അറിയില്ല, അള്ളാഹുവിനും മാത്രമേ അതറിയൂ. അതേപോലെ തന്നെ ഹദീസ് എന്ന പേരിൽ ആളുകൾക്കിടയിൽ പ്രചരിക്കാറുള്ളതാണ്. 1500 വർഷത്തിനപ്പുറം എൻ്റെ ഖബറിൽ ഞാൻ കിടക്കുകയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഈ ദഈഫായ മൗദൂ ഹദീസ് അത് ഓരോ 500 വർഷത്തിലും വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞു 500 വർഷം കിടക്കില്ല, പിന്നെ 1000, പിന്നെ 1500 ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ 2000 ആക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തന്നു എന്നല്ലാതെ അത് എപ്പോൾ സംഭവിക്കുമെന്ന്, അതിൻ്റെ ദിവസം എന്നാണ് എന്ന് അവിടുന്ന് പറഞ്ഞു തന്നിട്ടില്ല. അതൊരു വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതല്ലാതെ അത് ഏത് ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയ നേതാക്കന്മാർ അവർക്കിതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ മറ്റുള്ളവരുടെ വർത്തമാനം വെറുതെ ചില ആളുകൾ ഇതൊക്കെ വായിക്കും. ഇതൊന്നും വിശ്വസിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പരിഗണന നൽകിക്കൊണ്ടോ വായിക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് മറച്ചുവെച്ച വിജ്ഞാനമാണത്.